അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നും പറയുന്ന മായത്തിൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം കേട്ടോ. നമ്മളെ വീഡിയോക്ക് ലൈക്കൊക്കെ വളരെ കമ്മിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യം തന്നെ ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുത്, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കുക. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കലുണ്ടോ? ഞാൻ മറന്നു പോണ ഒരാളാണ്. അപ്പം നമ്മളിതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. മമ്പയറും കായുംപാടെ പേര് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ മമ്പയർ അടുപ്പത്ത് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പം ശരിയാക്കി വെക്കാമല്ലോ. ഒരടുപ്പത്ത് എന്ത് ചെയ്യട്ടെ, ലേസം വെള്ളം വെക്കാണ്ട് കേട്ടോ. ലേസം തണുത്ത ചോറുണ്ട്, അത് തിളപ്പിച്ച് ഊറ്റണം. അങ്ങനെ അത് രണ്ടും അടുപ്പത്തായി. ഇനി ബാക്കിയുള്ള പരിപാടി ഇങ്ങനെ നോക്കാമല്ലോ പുറപ്പാടാ. പിന്നെ മത്തി കൊണ്ട് ഞാൻ കറി വെക്കാം കേട്ടോ. ഒന്ന് ലേസം പുളിവെള്ളമാണ് വെക്കണത്. പിന്നെ കായ ഇതാ വെള്ളത്തേക്ക് നുറുക്കിയിടും. ലേസം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ എളുപ്പം കറളകും. പിന്നെ എന്തിന് കറിയൊന്നും ഇല്ല തോന്നുന്നുണ്ടോ, എന്താ എനിക്കറിയില്ല, നുറുക്കുമ്പോൾ അറിയണമൊന്നുമില്ല. നേന്ത്രക്കായാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചോറിനുള്ള വെള്ളം തിളച്ചു, അതിക്ക് തിളപ്പിച്ചു വിട്ടല്ല ചോറ് ഞട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ തിളക്കുമ്പോഴത്തേന് ഞാൻ ലേസം തക്കാളി അരിയട്ടെ. തക്കാളി അരിഞ്ഞിട്ട് ലേസം മുളകും മഞ്ഞളൊക്കെ ഇതാക്കിങ്ങാണ്ട് അങ്ങനെ വെക്കുക, അല്ലാതെ വാട്ടി വെക്കണില്ല കേട്ടോ. പല ദിവസത്തിലും പല കോലത്തിലാണ് നമ്മൾ കറി വെക്കൽ. തക്കാളിയൊക്കെ കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട്. മത്തിപ്പുളി ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. പിന്നെ അതെല്ലാം അങ്ങനത്തെ കറിയൊക്കെ അവസാനം തൂമിക്കണതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ എന്ത് വാണിച്ചിട്ട് എല്ലാതും പാടെ കുഴച്ചിങ്ങാണ്ട് ലേസം വെള്ളത്തിൽ വെച്ചിട്ട് വേവണ നേരത്തിൽ ലേസം പച്ച വെളിച്ചെണ്ണയൊക്കെ ഇട്ടിച്ചെടുത്താൽ വേറൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേസം വെള്ളം പാർന്നിട്ടുണ്ട്. അപ്പം ചോറിൻ്റെ ഇത് ഞാൻ തീ ഓഫാക്കിയിരുന്നു കേട്ടോ. തോനേരം തിളച്ചാൽ ശരിയാവില്ല, തണുത്ത ചോറല്ലേ. പിന്നെ ഈ പഴഞ്ചോയ ഇല്ലാതിരിക്കാൻ വേണ്ടിങ്ങാണ്ടാണ് ലേസം ഉപ്പ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ കറിക്കില്ല ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ നന്നാക്കാണ്ടിട്ട് അപ്പത്തിനാണ് നമ്മളെ മമ്പയർ വെന്ത കുക്കറൊക്കെ വിസിലൊക്കെ പോയി ഇതായിരിക്കുന്നുണ്ട്. അപ്പോൾ അതിക്ക് കായുംപാടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ലേസം ഉപ്പും 2 പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ആകുമ്പാടെ ഒന്ന് സെറ്റാക്കട്ടെ. എന്നാൽ പിന്നെ ഇനി മീൻ നന്നാക്കാണ്ട് അതുപോലെ തന്നെ തിരുമ്പാല് സോപ്പും പൊടിയിലൊക്കെ ഇടാണ്ട് കേട്ടോ. ചില ദിവസം നീച്ച പാടന്നെ എന്തിടും സോപ്പും പൊടിയിൽ ഇട്ടേച്ച് പോരും. അപ്പം ഇന്ന് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ വെച്ചാൽ ശാലുവിനെ വിളിച്ചണമെങ്കിൽ ഒരുപാട് നേരം പിടിച്ചു. നീക്കും അവിടെ തന്നെ കിടക്കും. ഇപ്പോഴും 6 മണി ആയിട്ടില്ല കേട്ടോ. 6 മണിയുടെ മുന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത്. പിന്നെ എന്ത് ചെയ്യട്ടെ വെച്ചിട്ട് അഞ്ഞ് അടുക്കളയിൽ കുറച്ച് പരിപാടി ഉണ്ട്. ഇന്നലെ കൊടുന്ന സാധനങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ കൊടുന്നിട്ടുണ്ട്, അതൊക്കെ കളക്കൊക്കെ ഇട്ടേക്കട്ടെ. പിന്നെ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ പാക്കറ്റ് കൊടുക്കണം ചട്ടിയൊക്കെ ഒഴിച്ചാൽ ധൃതിയിലാകുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ചിലവാകും ചെയ്യും. അപ്പോൾ അതൊക്കെ കുപ്പിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് മീൻ നന്നാക്കാൻ നിൽക്കാമല്ലോ. എന്നാൽ പിന്നെ ഉറയെന്നൊക്കെ നല്ലപോലെ വെളിച്ചെണ്ണ വാർന്ന് പോന്നോലും. പിന്നെ നല്ല കുഞ്ഞമ്മത്തി കറി വെക്കണം. മാന്തൾ തോനൊന്നുമില്ല, ലേസമുള്ളൂ. എന്നാലും അതൊക്കെ പൊരിച്ചും ചെയ്യുക, അത് കറി വെക്കുകയും ചെയ്യുക. അപ്പോൾ എന്നും വാട്ടി വെക്കണ്ടല്ലോ വെച്ചിട്ട് ഈ പരിപാടി ചെയ്യണം. അങ്ങനെ ഞാൻ എന്തായിട്ട് ഈ കുക്കർ മാങ്ങി വെച്ചു. 2 വിസിൽ വന്നിട്ട് കുക്കർ അവിടെ മാങ്ങി വെച്ചിട്ട് ചോറ്റും കൊടുക്കുക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഷാലുവിൻ്റെ നിസ്കാരം കഴിയുമ്പോഴത്തേന് എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളമേ കൊടുക്കണ്ടുള്ളൂ. എനിക്ക് ചായയും കടി ആവാത്തൊരു പ്രശ്നമില്ല, മക്കൾ കുടിക്കൂല കേട്ടോ. അതുകൊണ്ടാണ് കടി നേരത്തെ തന്നെ ഉണ്ടാക്കാത്തത്. പിന്നെ ചോറ് നേരത്തെ വെക്കണമല്ലേ നമ്മളെ മോനൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം അരി എങ്ങനെ ആയാലും പെട്ടെന്ന് വേവണ അരിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടാണ് അരി തീമിട്ടിക്കണ്. അപ്പോൾ എനിക്ക് പച്ചവെള്ളം തന്നെ കുടിച്ചാൻ വയ്യ. അപ്പോൾ ഇവിടെ നോക്കി നിൽക്കുകയാണ്. ചിലപ്പോൾ ഈ പച്ചവെള്ളം ലേസം കുടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി സിങ്കിലാണ്ട് ഒഴിച്ചും ഇവിടെ കുടിച്ചുക്കണു എന്നൊക്കെ പറയട്ടോ. വെള്ളം കുടിക്കുക വെച്ചാൽ ഭയങ്കര മടിയാണ്. എന്നാൽ ചായ കൊടുത്താൽ കുടിക്കും, അതോട്ടും ഇല്ലേനും. അപ്പോൾ ഓനെ അങ്ങനെ മദ്രസക്ക് കൊണ്ടാക്കി വന്നതിന് ശേഷം ചട്ടിയൊക്കെ തുറന്നു നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ മന്ദങ്കോലെടുത്ത് ഒന്നങ്ങോട്ട് ഉടച്ചിട്ട് ലേസം പുളിയും പാർന്നിട്ട് ഒന്ന് അടച്ച് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ ഞാൻ ഒന്നിട്ട് തിളക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ള പരിപാടി ചെയ്യുക. ബാക്കി ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ. അതൊന്ന് കുടിച്ചും വേണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കാണ്ട് തലേന്നാ നേരാക്കലുണ്ട്, ഞാൻ നേരാക്കി വെച്ചിട്ടില്ല. ചിലപ്പോൾ എങ്കിൽ ഒരു തോന്നലാണല്ലോ, വൈകുന്നേരത്തിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിലപ്പം തോന്നും ഇതൊക്കെ ഒന്ന് നേരാക്കി വെക്കട്ടെ. നേരാക്കി വെച്ചാൽ രാവിലെ നമുക്കൊരു പണിക്കൊരു ലാഭമാണ്. അതിലിടക്ക് കറിക്കുള്ളതൊക്കെ നല്ല തിളച്ച് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ മത്തി ഫുള്ള് ഞാൻ കറിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കറിയിൽ ഒരുപാട് മത്തി ആയാലും എന്ത് മീനായാലും കറിയിൽ തോനിട്ടാലാണ് മീൻ കറി ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പിന്നെ മീൻ കറിയിലിട്ട മീനൊന്നും ഇവിടെ ബാക്കിയാവില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കറിയിലാണ് കൂടുതൽ മീൻ ഇടാൻ പറയും ബാബു. പൊരിക്കൽ ലേസം പൊരിച്ചാൽ മതി എന്നാ പറയാം. അങ്ങനെ അതൊക്കെ ആയപ്പോഴത്തേന് ഞാൻ 2 ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. എന്താ ലേസം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും. കാരണം എന്താ വെച്ചാൽ കറി ഒന്ന് തൂമിക്കും വേണം, വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീനിക്ക് എടുക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഇത്തിരി മാന്തളാണ് കേട്ടോ, അത് കുഞ്ഞ് മാന്തളാണ്.
നുള്ളി കൂട്ടാനൊന്നും വയ്ക്കില്ല, മുരിക്കനെ പൊരിച്ചിട്ട് കടിച്ചു കൂട്ടാൻ വയ്ക്കണ മീനാട്ടോ. പിന്നെ ഞാൻ പായും ഇതൊന്നും മടക്കി വെച്ചിട്ടില്ല, ആവുമ്പാടൊന്നും നേരാക്കട്ടെ, അല്ലെങ്കിൽ എന്താ വെച്ചിട്ടാ ഇതവിടെ ഇങ്ങനെ കിടക്കും. എല്ലാ പണിയും കഴിഞ്ഞ് വരുവോളം നമ്മൾ ഇതിവിടെ ഇങ്ങനെ ഇടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കാനുള്ള പുറപ്പാടാണ്. പിന്നെ അതിലേറ്റവും പണി എടുക്കാൻ പറ്റിയ സമയം ഈ രാവിലെയാണ് കേട്ടോ. എളുപ്പമുണ്ട്, നമുക്ക് നല്ല എനർജി കൊടുക്കനെ കൂടിങ്ങാണ്ട് ഒരു ലേശം വെള്ളമൊക്കെ കുടിച്ചിങ്ങാണ്ട് ഇങ്ങനത്തെ പണിക്ക് നിന്നാൽ നമ്മളെ പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചോരി സെറ്റായിങ്ങാണ്ട് പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. വന്ന പാടുതാ നമ്മൾ മീൻ കറി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ തോനേരമൊക്കെ തിളച്ചിട്ടുണ്ട്, ചിലപ്പം മീനിൻ്റെ മുള്ള് മാത്രമാവും. അപ്പോൾ അത് മാങ്ങി വെച്ചിട്ട് അതൊന്ന് തൂമിച്ച് കൊടുക്കട്ടെ. കാരണം അങ്ങനെ വേവിച്ച് വെച്ചതല്ലേ, നല്ല രസമാണ് മത്തിയൊക്കെ കറി ഇങ്ങനെ വെച്ചിട്ട് തൂമിച്ചാൽ. അതിക്ക് ഞാൻ 2 മണി ഉലുവ ഇട്ട് കൊടുത്തു, വെളിച്ചെണ്ണയിലാട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ വേപ്പിൻ്റെ ഇല ഇടുക. എല്ലാവരും ഇങ്ങനെ തന്നെ കാര്യം ചെയ്യണത്. എന്നാലും ചിലവരൊന്നും വലിയ ജീരകം കൂട്ടൂല, ചിലവർക്ക് ഉലുവൻ്റെ മണം പറ്റൂല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടം പോലെ നമ്മൾ ചെയ്യുക. അപ്പം മീൻകറിയുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്പം ചുട്ടാലും മീൻകറി ആയി, അപ്പം ആയല്ലോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പുട്ടാണ് ചുടണം എന്നാണ്ടൊക്കെ എഴുതുന്നത്. പുട്ടും മത്തിക്കറി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് വേറെ ചട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളെ കായും മമ്പയറും പാടെ വേവിച്ചിട്ടുണ്ടല്ലോ കുക്കറിൽ ഇരിക്കണു, അതൊന്നും ഇങ്ങോട്ട് ശരിയാക്കി എടുക്കട്ടെ. കാരണം നമ്മളെ മോനൂന് ചോറാക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായാലും ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇടുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എളുപ്പം മാറി കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടാൽ വെറും ചുവന്നുള്ളി ആകുമ്പോൾ നമുക്ക് അതൊരു പ്രശ്നം ഉണ്ടാവില്ല. മമ്പയർ ഭയങ്കര ഗ്യാസാണല്ലോ, അതിനാണ് ഈ പരിപാടി ചെയ്യുന്നത്. പിന്നെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും. അപ്പം അങ്ങനെ അടുക്കളയിൽ ഏകദേശമൊക്കെ പണി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ കൂടൊന്നും ഞാൻ എപ്പോഴൊന്നും വൃത്തിയാക്കില്ല. കൂട് എല്ലാ അളക്കോളും എടുത്തുങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് തുടച്ച് ശരിയാക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യുക എന്താ വെച്ചാൽ ഈ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ എന്തായിട്ടും എടുക്കൽ കഴിഞ്ഞാൽ ഒന്നാ തുടപ്പ് ശീലം ഒന്നും ഇങ്ങോട്ട് തുടക്കും. വീതനൊക്കെ അത് തുടക്കുന്ന ശീലം നല്ലപോലെ അളക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കും. ഇതൊക്കെ എപ്പോഴേലും ചെയ്യണമല്ലേ. അങ്ങനെ അത് അവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതപ്പേരിക്കുള്ളത് ഞാൻ അടുപ്പത്ത് തൂമിച്ചാട്ടിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ശരിയായി കിട്ടിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി മീൻ പൊരിക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാൻ പാടെ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാനുണ്ട്. പിന്നെ ഇനി കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കടിയൊക്കെ ഒന്ന് ചൂടാണ്ട്. കടിയൊക്കെ പിന്നെ അവസാനത്തേക്ക് വെക്കുകയാണ്, നേരത്തെ തന്നെ കടി ചുട്ടേക്കണ്ടല്ലോ. പിന്നെ മീനൊക്കെ എത്ര നേരത്തെ കറി വെച്ചാലും ടേസ്റ്റ് കൂടുക ചെയ്യുക, പ്രത്യേകിച്ചും മത്തി. അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടായിരുന്നു, മീനൊന്ന് മറിച്ചിട്ടിട്ട് പാത്രം മോറാൻ പോയി. വന്നപ്പോഴത്തേന് മീൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ മീൻ ചിലവർക്ക് മുരിക്കനെ പൊരിക്കണം, ബാബുവിനാണെങ്കിൽ മുരിക്കനെ പൊരിക്കാനും പറ്റൂല. അപ്പം ഞാൻ പുട്ടുപൊടിയിൽ ലേശം വെള്ളം പാർന്ന് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ എന്താ വെച്ചാൽ എത്ര വെള്ളം പാർന്നാലും പുട്ടുപൊടി ഇങ്ങോട്ട് കുടിച്ചിട്ട് അജ്മി പുട്ടുപൊടി ആകുമ്പോൾ നല്ലപോലെ വെള്ളം പാർന്ന് കുറച്ച് നേരം വെച്ചാൽ തന്നെ നമ്മളെ പുട്ട് മയം കിട്ടുള്ളൂ. അപ്പം ഞാൻ പുട്ട് ചുടുകയാണ്. തേങ്ങ ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതായാലും ഈ തേങ്ങ അവിടെ ഇരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ തേങ്ങ എടുത്ത് പുട്ട് ചുടട്ടെ. ഇനി 2 കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടാദ്യം ചൂടാം. ഒരു 2 കഷ്ണം അധികം ഞാൻ ചുടണം. എന്താ വെച്ചാൽ ഇനി അഥവാ കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണ്ടല്ലോ. അതുപോലെ ദോശ അതെ ഞാൻ ഇടയ്ക്ക് 2 ചുട്ട് അധികമാക്കി അവിടെ വെക്കും. അല്ലെങ്കിൽ ഞോല് തിന്നില്ലെങ്കിൽ അത് നമ്മൾ തിന്നുക, അല്ലെങ്കിൽ അത് അവിടെ അടച്ച് വെച്ചിട്ട് നമുക്ക് രാത്രിയിൽ തിന്നുമ്പോൾ അങ്ങനെ കൂട്ടും ചെയ്യാച്ചിട്ട് കേട്ടോ. അപ്പോൾ പുട്ട് കടന്ന് അവിടെ വേവണുണ്ട്. അപ്പത്തിന് എന്ത് ചെയ്യട്ടെ, ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ, മോന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓനക്കൊരു ലേശം പുട്ടെടുത്തുങ്ങാണ്ട് ചൂടാറണം. അപ്പോൾ ഒന്നിങ്ങനെ ഉടച്ചുങ്ങാണ്ട് കറിയും പാർന്ന് വെച്ചാൽ എളുപ്പം ചൂടാറി കിട്ടുമല്ലോ. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ എനിക്ക് പഞ്ചസാര മതി എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, അമ്മോട് കാട്ടി ഞാൻ നോക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിലിടക്ക് നമ്മളെ ചോറ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നെങ്ങനെയായാലും ചോറ് നേരത്തെ വെന്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ റേഷൻ കടയത്തെ അരി ഞങ്ങളോട് പറഞ്ഞു നല്ല വേവില്ല അരിയായിരുന്നു. ഇത് വേവ് തീരെ ഇല്ല കേട്ടോ. ഒന്ന് കടന്ന് തിളച്ചപ്പത്തിന് നമ്മൾ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ ചോറ് നേരത്തെ തീമട എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് കുറച്ച് വൈകിട്ട് തന്നെ തീമട്ടിക്കണം. അങ്ങനെ ഞാൻ അതായപ്പത്തിന് വീതനയൊക്കെ തുടച്ച് ശരിയാക്കി. മോന് അവിടെ ഇരുന്ന് ചായ കുടിച്ചാൽ പുറപ്പാടാണ്. അപ്പം അതിന് മോനിക്കില്ല ചോറാക്കട്ടെ കേട്ടോ. ചോറ് ിക്കുള്ള കൂട്ടാൻ ഇന്ന് കണ്ടില്ലേ, മമ്പയറും കായ്പേരി വെച്ചതും പിന്നെ അച്ചാറോ സമ്മന്തിയൊക്കെ വേണോ ചോദിച്ചു, വേണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ചോറിൽ ലേശം വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കിട്ടിയാലും ആ ഉച്ചക്ക് ചോറ് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. സ്കൂളിൽ തന്നെ ഇടയ്ക്കൊക്കെ എന്നോട് പറയുന്നു ചോറ് നല്ല രസമുണ്ടായിരുന്നു. അപ്പം എന്താ നല്ല വിശപ്പുണ്ടെങ്കിലാണ് നമ്മളെ ഭക്ഷണത്തിന് രുചി കുറച്ച് കൂടുതലായിക്കാരം. മോനുവിൻ്റെ ബാഗിലാണ് കൊണ്ടുപോയിരട്ടെ. അങ്ങനെ അത് മോന് പോകുന്നുണ്ട് കേട്ടോ. മോനു 7:20, 25 ആകുമ്പോൾ പെരയെന്ന് ഇറങ്ങും. അപ്പത്തിന് ഏകദേശം എല്ലാ പണിയും തീർന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ
ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. പുട്ട്, മീൻകറി, വാഴക്കപ്പേരി, മീൻ പൊരിച്ചത്, അതുപോലെ തന്നെ ചോറും വെന്തിട്ടുണ്ട്. നമ്മൾ തിരുമ്പാൻ പോവുക കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് മറക്കാതെ ചെയ്യാം. എന്നായിക്കോട്ടെ എല്ലാവരോടും.